ഗ്രൂപ്പിലേക്ക തിയേറ്ററിൽ അവതരിപ്പിക്കുന്ന നാടൻ പാട്ട് ഉടൻ ആരംഭിക്കുന്നതാണ്. ശ്രീ ഗുരുകൃഷ്ണപുരം ക്ഷേത്രത്തിൽ കമ്മിറ്റി ഭാരവാഹികൾക്ക് ഞങ്ങളുടെ നാടൻ പാട്ട് കണ്ട് ആസ്വദിക്കാൻ വന്ന എല്ലാ നല്ലവരായ കലാസ്നേഹികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. ആദ്യ ഗാനം ആലപിക്കാൻ വേണ്ടി ഗിരീഷ് പിവിയെ ക്ഷണിക്കുന്നു. അങ്ങനെ പറയല്ലേ കുട്ടികളെ, അത് തമ്പ്രാനാ. വീരഭദ്രൻ തമ്പ്രാൻ
കൊള്ളാമായി. അന്നാ കഥ മുത്തശ്ശി ഒന്ന് പറയൂ. ചെമ്പകശ്ശേരി തറവാടിനെ പറ്റി പറയണം. മേലാളൻ കീഴാളൻ നിന്ന് വേർതിരിവില്ലാണ്ട് എല്ലാവർക്കും എന്നും തുണയായിരിക്കണം എടുത്ത ദേവിയെ പറ്റി പറയണം. ഏതീ കഥ പറയുമ്പോ എല്ലാരും കാതു തുറന്ന് കേൾക്കണം, കണ്ണു തുറന്ന് കാണണം, മനസ്സ് തുറന്ന് ഈ കഥ പരസ്പരം പങ്കുവെക്കണം. ഇവിടുത്തെ ദേവിയുടെ കഥ, നമ്മുടെ തട്ടകത്തമ്മയുടെ കഥ. രാധേ ഇത്തം നന്ദനിദേശതശ്ചരിതയോ പ്രത്യദ്ഭകുഞ്ജദ്രുമം രാധാ മാധവയോ ജയന്തി നമ്പീശന്റെ വീട്ടിലോ മറ്റോ പോയതാവാം. എടോ ദാസ, താൻ ഇങ്ങനെ ചുമ്മാ കുത്തിയിരിക്കാതെ അപ്പുറത്ത് പോയ വിളക്കൊക്കെ കഴുകി വെക്കാം. എന്റെ തിരുമേനി, കുറെ നേരമായിട്ട് ഞാനിവിടെ ചെയ്യുന്ന കഷ്ടപ്പാട് വരുന്ന കാണണ്ട. എന്റെ ദേവി, ഇമാതിരി കഷ്ടപ്പാട് മറ്റൊരാൾക്കും കൊടുക്കല്ലേ. എങ്ങനെ വെളിച്ചപ്പാടല്ലേ പറഞ്ഞേ? വരിക
കയ്യില് കെട്ട് വെറുതുണ്ടല്ലോ. എനിക്ക് വേദനക്കില്ല എന്ന് പറഞ്ഞ് ഒരു വാക്ക് വേണ്ട. എന്നോടൊരു വാക്ക് പറയാറില്ലേ എന്റെ വെളിച്ചപ്പാടെ? എന്തിനു കട്ടത്? ഡോക്ടറോട് പറഞ്ഞ ഈ കൊല്ലം നടക്കില്ല അത് എനിക്കറിയാലോ ദാസ. അല്ലെങ്കിലും ഇയാളും വേദനഞ്ഞ് ഒരു പണി ചെയ്യില്ലല്ലോ. തിരുമേനി എന്ന് പറയരുതട്ടോ. ഈ ക്ഷേത്രത്തിന്റെ മാനേജർ ആരാ? ഞാൻ അതായത് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതെന്നർത്ഥം. മനസ്സിലായില്ലേ വെളിച്ചപ്പാടെ? ശരിയൊരു പണിയാണ് എന്റെ ദാസ. എനിക്ക് ഇവിടുത്തെ പണിയൊന്നും വേണമെന്നില്ല എന്റെ കോമരം. ഈ പണിയും കൂടി ഇല്ലെങ്കിൽ കാണായിരുന്നു. അഷ്ടിക്ക് വകയില്ലാണ്ട് പട്ടിനെ കിടന്ന് നട്ടം തിരിയണത് നമ്മള് കാണേണ്ടി വന്നേനെ. താൻ അപ്പുറത്ത് പോട്ടെ ആ വിളക്ക് കഴുകി വെക്കുക. എന്റെ കോമരം ഈ വിളക്കും ഞാൻ കരുതി വെച്ചവരാ. നോക്കി വന്നൂല. നാഗങ്ങളൊക്കെ കോപിച്ചിരിക്കുക. എന്തായത് അങ്ങ് നീക്കുക. ആ പുഴ കളിക്കുക തൊഴുക. ആ എന്നെയല്ല തൊഴണ്ട് ദേവിയെ തൊഴുക. കളഞ്ഞല്ലോ സാധനം തമ്പുരാൻ ഇന്നും പതിവ് സമയത്താണ്. സമയം തെറ്റി വരാൻ എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാലോ. ഇനിയുള്ള ഒരു ആശ്രയം തമ്പുരാന്റെ ദുഃഖങ്ങളെല്ലാം ദേവി കാണുന്നുണ്ട്. ദേവിയെ കുറിച്ച് വല്ല വരൂ? എന്ത് വിവരം കിട്ടാൻ? പണ്ടത്തെ പോലെ ഇപ്പോ അന്വേഷണമൊന്നുമില്ല. ജീവിച്ചിരിപ്പുണ്ടോ അതോ ആ സാമദ്രോഹി കൊന്നു കളഞ്ഞാവോ? വന്നോളാ. ഇപ്പൊ പുറപ്പെട്ട ഇരുട്ടുന്നതിന് മുന്നേ വീട്ടിലെത്താം. ഇല്ലത്തെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അന്വേഷണമായിട്ട് പറയാം. ശരി. കേശവ വരിക വരിക. ഞാൻ ക്ഷേത്രത്തിൽ നല്ല വിനയമുള്ള മനുഷ്യൻ ദേവിയെ പൂജിച്ചും സേവിച്ചും വന്നിട്ട് വന്നു. സത്യത്തിൽ അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? തനിക്കറിയാത്ത ഒരുപാട് കഥകളുണ്ട് വെളിച്ചപ്പാടെ ഈ ഇലഞ്ഞിത്തറ ദേശത്തെ കുറിച്ച്. അധികാരത്തിനും പാരമ്പര്യത്തിനും പേരുകേട്ട തറവാടാണ് ചെമ്പകശ്ശേരി തറവാട്.
കഴിഞ്ഞാണ് ഒരു കുഞ്ഞുണ്ടായത്. ഒരു ആൺകുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച തമ്പുരാന് ദേവി നൽകിയത് പെൺകുഞ്ഞിനെ. ഇരു കൈയും നീട്ടി തമ്പുരാൻ ആ കുഞ്ഞിനെ സ്വീകരിച്ചു. സർവ സുഖ സൗകര്യങ്ങളോടും കൂടി ആ കുട്ടി വളർന്നു വന്നു. ആ കുഞ്ഞാണ് ശ്രീദേവി കുട്ടി. കഴിഞ്ഞു എവിടെയെങ്കിലും കത്തിച്ചു വെക്കണോ? തീരുമ്പോ വരെ പണി തരാൻ ഞാൻ കുപ്പിയിൽ വന്ന ഭൂത. എല്ലാവർക്കും ഒരു ദിവസം 8ന്റെ പണി തരുന്നുണ്ട്. ഒന്ന് നിർത്തന്റെ ദാസ. തിരുമേനി കഥ പറയാ. ഹേ, കഥ പറയാനൊന്നും നേരല്ലേ വെളിച്ചപ്പാട്. നട അടയ്ക്കാതായിരുന്നു. വെളിച്ചപ്പാടിന് ബാക്കി ചരിത്രം മുഴുവൻ അറിയണമെങ്കിൽ രാത്രി ചെമ്പകശ്ശേരി തറവാട്ടിലോട്ട് വന്നൂടാ. അവിടെ എന്താ വിശേഷം? വിശേഷിച്ചൊന്നുമില്ല. രാത്രി നട അടച്ചു കഴിഞ്ഞാൽ ചെമ്പകശ്ശേരി തറവാട്ടില് ഞാനും തമ്പുരാനും തമ്പുരാന്റെ കാര്യസ്ഥനും പിന്നെ ചില കാര്യക്കാരും ചേർന്ന് ഒന്നുകൂടും. മദ്യസേവ എനിക്ക് താല്പര്യമില്ല തിരുമേനി. മദ്യസേവ ആരാ പറഞ്ഞേ? രാത്രി ഒന്ന് കൂടുന്നതിന് മദ്യസേവനെ അർത്ഥമോ? ഏതായാലും വെളിച്ചപ്പാട് രാത്രി അങ്ങോട്ടൊന്ന് പോലെ എല്ലാം നേരിട്ട് കണ്ടറിയാലോ. എന്നാ ഞാൻ ഇറങ്ങാം തിരുമേനി. തിരുമേനി വെച്ചോളാം. ആയിക്കോട്ടെ. നിക്ക വെളിച്ചപ്പാടെ, ഞാനുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. വെളിച്ചപ്പാട് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ദാസൊക്കെ കണക്ക് തീർത്തിട്ട് പോയാ മതി. ദാസ നേരെ ശയക്കണു. ദേഹത്തിന് നല്ല സുഖമില്ല. കണക്ക് നമുക്ക് നാളെ നോക്കാം. ദാസൻ പുസ്തകമൊക്കെ അടച്ചു വെച്ചോള. അപ്പൊ നിങ്ങൾ ആളെ കളിയാക്കിയതല്ലേ? തിരുമേനി വീട്ടിൽ ഉണന്നാക്കിട്ട് പോയാ മതി. ഒരുമാതിരി ഈ കാലമാണ് തിരുമേനെ ശപിക്കണ്ടേ. ഇനിയുള്ള കാലം നമ്മൾ പാടാതിരുന്നാൽ നാടിന്റെ നട്ടല് പൊട്ടി നമ്മൾ ചാളും. ചാവാതിരിക്കാനെങ്കിലും പാടടിതയേ, പാടിട്ടും ചാവാനെങ്കിലും പാടടിതയേ. തനതിനതാനതന്നാരോ താര താനാര തന്നാരോ. തിരുമേനിയോ? അല്ല, വെളിച്ചപ്പാടുണ്ടല്ലോ ഈ വഴിക്കൊക്കെ. എന്താ പതിവില്ലാതെ? കേശവ, നമ്മുടെ വെളിച്ചപ്പാടിന് ചെമ്പകശ്ശേരി തറവാടിനെ കുറിച്ച് അറിയണമെന്ന്, ശങ്കരൻ തമ്പുരാനെ കുറിച്ചും കുറച്ചൊക്കെ അറിയണം.
കുട്ടിയെ കുറിച്ചും അറിയാം. കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ വിളിച്ചു പറയാ? എന്റെ മനസ്സില് ഒന്നും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാ അതൊക്കെ. എല്ലാ സൗഭാഗ്യങ്ങളോടും ഇന്ന് ജനിച്ച ശ്രീദേവി കുട്ടിയെ കുറിച്ച് അറിയാനുള്ള മോഹം കൊണ്ടാണ്. സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഒരു പതുക്കെ പറ. തമ്പുരാനകത്ത് വന്നു. എത്ര വലിയ മഹാനായാലും ഒരിക്കൽ ഗ്രഹണം ബാധിക്കും. അതാ ഈ തറവാടിനും സംഭവിച്ചത്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ കുഞ്ഞാണ് ശ്രീദേവി കുട്ടി. അതുകൊണ്ട് തന്നെ ഒന്നും അറിയിക്കാതായ തമ്പുരാൻ അവളെ വളർത്തിയത്. ശ്രീദേവി കുട്ടി ആ ഇലഞ്ഞിത്തറ ദേശത്തിന്റെ സന്തോഷവും ഐശ്വര്യവുമാണെന്ന് ആ ഗ്രാമവാസികൾ വിശ്വസിച്ചു പോന്നു. പക്ഷെ ആ സന്തോഷങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും ദേവി അധികം ആയുസ് നൽകിയില്ല. ശ്രീദേവി കുട്ടിയുടെ വളർച്ചയ്ക്കൊപ്പം തമ്പുരാന്റെ സ്വപ്നങ്ങളും വളർന്നു. ഉണരും നരതക നിരകൾ ആവണി ഉണരും നരതക നിരകൾ മണി വീണമീട്ടും നാളിൽ നിലപ്പാട്ടുപാടും നാട്ടിൽ വല്ലം നിറച്ചത് നിന്നിഴി മലരുകളും ആവണി ഉണരും നരതക നിരകൾ മണി വീണമീട്ടും നാളിൽ നിലപ്പാട്ടുപാടും നാട്ടിൽ വല്ലം നിറച്ചത് നിന്നിഴി മലരുകളോ ആവണി ഉണരും ഭരതക നിരകൾ കുങ്കുമം വീണുണറുകയിൽ മന്ദമായി നിൻപദം കുങ്കുമം വീണുണറുകയിൽ മന്ദമായി നിൻപദം ആലിലയിലകിയ അലകളിൽ അലിവായി മനമതിലൊഴുകും നിലവായി നിറവായി ഹൃദയരാഗമായി തിരുന്നതും ആവണി ഉണരും ഭരതക നിരകൾ മണി വീണമീട്ടും നാളിൽ നിലപാട്ടുപാടും നാട്ടിൽ വല്ലം നിറച്ചത് നിന്നിഴി മലരുകളോ മാഞ്ഞു പോകവേ രാവിലേഖന മാരിവീ മാഞ്ഞു പോകവേ രാവിലേഖന നിൻ മൃദുമൊഴിയതിലിരവോ മാഞ്ഞു പോകവേ രാവിലേഖന
മൊഴിയതിലിരവോ ചൊടികളിലോ മകളുതിരും പുണ്യം ചേർന്നു മറന്നുമയങ്ങി ആവണിയും ഭരതക നിരകൾ മണി വീണമീട്ടും നാളിൽ നിലപാട്ടുപാടും നാട്ടിൽ വല്ലം നിറച്ചത് നിന്നിഴി മലരുകളോ ആവണി ഉണരും ഭരതക നിരകൾ ആവണി ഉണരും ഭരതക നിരകൾ ആവണി ഉണരും ഭരതക നിരകൾ ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കുക എന്റെ കുട്ടിയെ. എപ്പോഴും പാട്ടും കളിയും നിർത്തും. കൊച്ചു കുട്ടികളുടെ വിചാരം കളിച്ചോടെ തമ്പുരാനെ ഇപ്പോഴൊക്കെ പറ്റുള്ളൂ. അത് ഒരു ദല്ലാളെയും കണ്ട് ഒരു നല്ല ചെറുക്കനെയും കണ്ടെത്തി വാഹനത്തിന് തീയതി മുഹൂർത്തം നിശ്ചയിച്ചിട്ടാ ഞാൻ തമ്പുരാൻ വന്നിരിക്കണേ. അതെന്താ ഇപ്പൊ അങ്ങനെ പറയും. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, അത്ര തന്നെ. കേശവ, ആ കുട്ടിക്ക് എന്താ പറ്റിയേ? തമ്പുരാൻ പ്രശ്നിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയാണ്. അപ്പാ നമ്മുടെ കുമ്പാളത്തി അമ്മേ നമ്മുടെ ചിരാകത്തി കുമ്പാളം പൂത്തതും കായാവാറിച്ചതും കറിക്കാരിഞ്ഞതും നെയ്യിൽ പോരിച്ചതും ഈ അറിഞ്ഞു കറുത്ത പെണ്ണെ കുഞ്ഞോളെ നീ അറിഞ്ഞു കറുത്ത പെണ്ണെ അപ്പാ നമ്മുടെ കുമ്പാളത്തി അമ്മേ നമ്മുടെ ചിരാകത്തി നാളെ നമ്മൾ തുടങ്ങാൻ പോകുന്ന സമരം അത് നമ്മുടെ എല്ലാം നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ്. എത്ര കാലം നമ്മൾ ഈ മണ്ണിൽ കിടന്ന് കഷ്ടപ്പെടും? മതി. നാളെ തമ്പ്രാക്കന്മാർക്കെതിരെ നമ്മൾ പോരാടാൻ പോകുന്നത് നമ്മുടെ എല്ലാം അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. പറ്റില്ലെന്ന് നമ്മൾ പറയുന്ന കാലം വരെയും അവർക്കെതിരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ നാളെ രാവിലെ എല്ലാവരും ഇവിടെ എത്തിച്ചേരണം. ഇപ്പോ നമുക്ക് പിരിയാം. മതി, എന്തേലും തിന്നിട്ട് മതി. നാളെ സമരം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഈ തീറ്റയ്ക്കും കുടിക്കൊന്നും നേരം കാണൂലെന്നേ. മകനെ വേണ്ട, തമ്പ്രാക്കന്മാർക്കെതിരെ നമ്മളൊന്നും മിണ്ടിയ ഓരുമ്പളെ കൊല്ലും. കൊല്ലട്ടെ അമ്മ. എത്ര കാലം കരുതിയാണ് നമ്മളെല്ലാം ഈ മണ്ണിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. മതി, കൊന്നാലും
കിട്ടണം. ചാത്ത, ചില നേരത്ത് നിനക്കും നിന്റെ അപ്പൻ മാനിക്കേണ്ട സ്വഭാവ ഓരും ഇങ്ങനെയാന്ന്. സ്വന്തക്കാരെ പോലും മറന്ന്, സ്വന്തം കാര്യം പോലും മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കും. ഒരു ദിവസം സന്ധ്യക്ക് സമരം ഒത്തുതീർപ്പാക്കാനാണ് പറഞ്ഞ് പോയതാ. അത് കഴിഞ്ഞ് രണ്ടിന്റെ അന്ന് പടിഞ്ഞാറേ മുളങ്കൂട്ടത്തില് ചൂല് പിടിച്ച് ചെന്നപ്പോ അവിടെ ആരൊക്കെയോ ചേർന്ന് തല്ലിക്കൊന്നു കൊണ്ടിട്ടിരിക്കുകയായിരുന്നു. ചത്ത് കിടന്ന് ഓന്റെ മുഖത്ത് ഈ ചരിക്കുമ്പോഴും കെടാത്ത പോരാട്ടത്തിന്റെ കനല് ഏന് കണ്ടേ. മതി, എത്ര കാലായി അമ്മ ഈ കഥ പറയാൻ തുടങ്ങിയിട്ട്? മതി. പിന്നെയും പിന്നെയും പറയണത് നീ ഒന്നും മറക്കാണ്ടിരിക്കാനാ. തമ്പ്രാക്കന്മാർക്കെതിരെ ഒന്ന് ഉറക്കെ മിണ്ടിയാ തന്നെ ഓരുമ്പളെ കൊല്ലും. ഇതിപ്പോ അമ്മ എന്തുദ്ദേശിക്കുന്നത്? മകനെ, തമ്പ്രാക്കന്മാർക്കെതിരെ നമ്മള് മിണ്ടിയാ പോലും ഓരുമ്പളെ കൊല്ലും. അതിന്റെ കൂടെ ഇതിപ്പോ നീ ആ തമ്പ്രാട്ടിക്കുട്ടീനെ കൂടി സ്നേഹിച്ചാല. അമ്മ, അത് പിന്നെ ഞാൻ പോണ്. പറഞ്ഞു നിന്നെ തിരുത്താൻ ഏനാവില്ല. ഇറച്ചിയിൽ മണ്ണ് പറ്റാണ്ട് നിന്നെ ഏന് വഴിക്കോണം കാണണം. അമ്മ, അമ്മ ഞാൻ പറയട്ടെ. ತಾನು ತಾನಂದಿನಂದಾನೆ ತಾನು ತಾನಂದಿನಂದಾನೆ ತಾನು ತಾನಂದಿನಂದಾನೆ ತಂದಿನ್ನಾನೆ കണ്ണോണ്ടങ്ങനെ നോക്കല്ല പെണ്ണ നിന്നു ചീരിക്കല്ലേടി നിന്നോട് നിൽക്കുന്നോന്ന് തോന്നുന്നേ മുട്ടോളം മുടിയുള്ള പെണ്ണ് മുല്ലപ്പൂ നിറമുള്ള പെണ്ണ് നിന്നോട് എനിക്കെന്തോന്ന് തോന്നുന്നേ അതിലെ മാണിക്കകല്ലും അലിലടി വയറു കണ്ട നിന്നോട് എനിക്കെന്തോന്ന് തോന്നുന്നേ കളിയഞ്ചു കളിച്ചവനാടി നിന്നെയും കൊണ്ട് ഞാനും പോകയുള്ളൂ കണ്ണോണ്ടങ്ങനെ നോക്കല്ല പെണ്ണ നിന്നു ചീരിക്കല്ലേട്ടി നിന്നോട് എനിക്കെന്തോന്ന് തോന്നുന്നേ താനോ താന
കുട്ടിയോട് പൂതി. അച്ഛാ, ഈ ജാതി മതവും ഇതൊക്കെ മാറ്റി നിർത്തിയ നമ്മളൊപ്പം മനുഷ്യരല്ലേ? ഓ വീട്ടിൽ പറയാൻ എന്താ വേണ്ട അങ്ങോട്ട് ചെയ്യ. ശരിയാണ്ടാ, അത് വേണോ? കേസവും വരിക. എനിക്ക് പ്രേമിക്കാൻ തമ്പുരാട്ടി കുഞ്ഞിയെ മാത്രമേ കിട്ടിയുള്ളൂ. വീരഭദ്ര, നിന്റെ തിന്നമെടുക്കം കൊണ്ട് പോടാ. പന്തലി നല്ലോ കടലിൽ കണവല്ലേ ഇനവിൽ കാടോട് കടലോട് അരുമായ വെളിച്ചപ്പാടെ വിജയം നടക്കാൻ നമുക്ക് ആർക്കും കഴിയില്ലേ? വീരഭദ്രനും ശ്രീദേവിക്കുട്ടിയും തമ്മിലുള്ള വിവാഹം ആഘോഷമായിട്ടാണ്. പക്ഷേ കുറെ കഴിഞ്ഞപ്പോഴാണ് വീരഭദ്രന്റെ തനി സ്വഭാവം ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ അവിടെ അങ്ങോട്ട് ശ്രീദേവിക്കുട്ടി അനുഭവിച്ച് കയ്യും കണക്കില്ലേ. പാവം ശ്രീദേവിക്കുട്ടി. വെളിച്ചപ്പാടെ അതെല്ലാം മറന്നേക്കൂ. ഇതേതാ ഈ കുട്ടി? ഇതെന്റെ മോളാ. ഇവരുടെ മോളുടെ കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ കേശവ. ആട്ടെ, മോളുടെ പേരെന്താ? മോളുടെ പേര് അമ്മൂന്ന. വെളിച്ചപ്പാടെ അവൾ സംസാരിക്കില്ലേ, ഒരു ഉമ്മയാ. എന്റെ മോള് അതിലേക്ക് പോയിക്കോളൂ. വഴിയിൽ ആരോ ഉപേക്ഷിച്ചിട്ട് പോയ കുഞ്ഞ. ഒരു കാർത്തികേയടന്ന് വഴിയിൽ കിടക്കണ കണ്ടപ്പോൾ ഉപേക്ഷിക്കാൻ തോന്നിയില്ല. ഇവിടുത്തെ തമ്പുരാനാ പറഞ്ഞത്, ആരോടും പറയണ്ട, കൂടെ കൂട്ടിക്കോളാൻ. ഈ സംഘങ്ങളൊക്കെ എങ്ങനെയോ താൻ മനസ്സിൽ കൊണ്ട് നടക്കണം കേശവ. വെളിച്ചപ്പാടെ കേശവന് സന്തോഷം വന്നാലും സന്തോഷം വന്നാലും ഞാനെടുത്ത് അങ്ങോട്ട് പെരുപ്പിക്കില്ല. ഇനിയുള്ള കാലം നമ്മൾ പാടാതിരുന്നാൽ
നാടിന്റെ നട്ടല് പൊട്ടി നമ്മള് ചാവും. ചാവാതിരിക്കാനെങ്കിലും പാടടിതയ്യേ, പാടിട്ടും ചാവാനെങ്കിലും പാടടിതയ്യേ. തനതിന താന തന്ന തന്നാരോ താര താനാര താന തന്ന തന്നാരോ തനതന താന തന്ന തന്നാരോ. ഞാൻ വെടിയ ശബ്ദം കേട്ടു. അല്ലെങ്കിലും ഇവിടുത്തെ അമ്പലം കമ്മിറ്റിക്ക് അയ്യായിരോ കിട്ടുന്നു. ഇതെല്ലാം ഈ ദാസന്റെ കയ്യിലേ. അന്വേഷണ വീരപുത്രൻ ഇവിടെ എന്തെങ്കിലും നടക്കും. സുഖക്കുറവോ അമ്പലത്തിലെ പഴച്ചോറ് പായസമൊക്കെ കഴിച്ചൊക്കെ കടിച്ച് കൊണ്ടിരിക്കല്ലേ. എന്റെ ഭാര്യയുടെ അച്ഛൻ ഈ അമ്പലങ്ങൾക്ക് ദാനമായി തന്നെന്ന് കരുതി അത് നിങ്ങളെ സ്വന്തമാകണമെന്നില്ല. ഞങ്ങളാരും ഇന്നേ വരെ അങ്ങനെ വിചാരിച്ചിട്ടില്ല. എഴുത്തുപാടി പറഞ്ഞത് കാര്യം നീല പറഞ്ഞു കൊടുക്കാം. അമ്പലത്തിലെ വരുമാനം ഓരോ ദിവസവും അതെങ്ങനെ ശരിയാകും? അമ്പലത്തിലെ വരുമാനം വളരെ കുറവാണ്. അത് ഇവിടുത്തെ കാര്യങ്ങൾക്ക് തന്നെ തികയാറില്ല. സന്ധ്യക്ക് നാളേക്കിന് മുമ്പ് എനിക്ക് പണം കിട്ടിയില്ലെങ്കിൽ തമ്പുരാനെ പെട്ടെന്ന് വന്ന് പറഞ്ഞു ചോദിച്ചോ. ഞങ്ങളെ എവിടുന്ന് തരാനാ? ഈ പറയുന്ന വീരന വീരപുത്രൻ നീല വണ്ടി എടുക്ക. നമ്മളിനി എന്താ ചെയ്യാ തിരുമേനി? ചോദിക്കാതെ തന്നെ കിട്ടാനുള്ളത് കിട്ടി. എന്താ ചെയ്യലെന്ന് ദേവി തീരുമാനിക്കട്ടെ. എന്തായാലും എനിക്ക് അമ്മിളിയുടെ പശുവിനെ കറക്കാൻ പോയാൽ മതി. അമ്മിളിനെ ഞാനായിരുന്നു. എന്തെങ്കിലും അവിടുന്ന് കിട്ടിയത് എനിക്ക് ഇവിടുത്തെ എനിക്ക് കിട്ടിയത്. എനിക്കൊരു കാര്യം പറയണം. എല്ലാം അറിഞ്ഞ് ദേവിയെ സേവിക്കുന്ന അങ്ങ് തന്നെ
മറ്റുള്ളവരോട് സഹായം അഭ്യർത്ഥിച്ച ഞാൻ എന്താ ചെയ്യാ? വെളിച്ചപ്പാടെന്ന് പേര് തന്നെയുള്ളൂ. ഈ ദേവി തന്നെ കയ്യൊഴിഞ്ഞ മക്ക. അത് വെളിച്ചപ്പാട് അങ്ങനെ ഒന്നും പറയരുത്. ദേവി അങ്ങനെ ആക്ഷേപിക്കരുത്. ആ ഒരുപാട് ദുഃഖമില്ല ദേവി നമുക്ക് തന്നാലും ദേവി നമുക്ക് കൈവഴിയില്ലേ? കേശവൻ പറഞ്ഞതാ എന്റെ ശരി. ഈഴവത്തിന്റെ തീരുമാനങ്ങളെ എതിർക്കാനുള്ള ആൾബലമോ അധികാരമോ ഇല്ലാത്ത പാവം ഒരു തമ്പുരാനാണ് ഞാൻ. ശരി. അമ്മേ, തായേ, ശരി. നിന്റെ കൊടും ക്രൂരതകൾ ഞാൻ അറിഞ്ഞില്ല എന്ന് വിചാരിക്കരുത്. പോയാലും ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റി. ഇന്നേ വരെ എന്റെ തമ്പുരാനോട് ആരും എതിർത്ത് സംസാരിച്ചിട്ടില്ല. എന്നിട്ടിപ്പോ തെറ്റുക ചെയ്ത് എനിക്കാണ്. ഏക മകളെ വില കുറിച്ചൊന്ന് അന്വേഷിക്കാതെ വിവാഹം ചെയ്തു കൊടുത്തു. എന്നിട്ടിപ്പോ എന്റെ മകൾക്ക് എന്ത് പറ്റി? പറയാൻ പറയൂ പറയൂ. പണ്ടത്തെ കാര്യങ്ങളൊന്നും വിവരിക്കാൻ നിൽക്കണ്ട. ഇനി ഇവരെ മുന്നോട്ട് നീങ്ങിയാൽ ദേവിക്ക് രക്താഭിഷേകം നടത്തുന്ന അതും ആസുരനായ നിന്റെ ചാരുകൊണ്ട് പരിപാവനമായ ദേവിയുടെ മണ്ണിൽ നിന്നും കടന്നു പോകാൻ ഞാനൂരിനും പത്തിയും ഏറ്റുമുട്ടിയാൽ ഞാനോടും വിഷമമാകും. എല്ലാ പ്രതീക്ഷകളും മത്സരിച്ചവരുടെ രുദ്ര താണ്ഡവമാണ്. പോകാൻ എന്താണെന്നറിയില്ല. പക്ഷേ ഒന്നറിയാം, ഇവിടുത്തെ ദേവിയെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആർക്കും. ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന നേരത്തെങ്ങാനും അവൻ ഇങ്ങോട്ട് വന്നാൽ അവന്റെ തല ഞാൻ അഞ്ഞെടുക്കും. അങ്ങിപ്പോൾ അവനോട് സംസാരിച്ചില്ലേ? അത് തികച്ചും ദേവി രൂപത്തിലായിരുന്നു. അതെ ദേവി കാത്തോളി. കേശവ താൻ എന്തിനാ കരയണേ? കരയരുത്. ഞാൻ മരിച്ചാലും കരയരുത്. അങ്ങനെയൊന്നും പറയില്ല. കരയരുത്. എന്റെ ചങ്ങ് പൊട്ടി പോകും. തിരുവേലി ഇനി മാസം തോറുള്ള ദർശനത്തിന് എനിക്ക് തരാമെന്ന് തോന്നുന്നില്ല. മാസം തോറുള്ള എന്റെ മരണി പുഷ്പാഞ്ജലി നടത്തണം. കേശവ വയ്യാണ്ടായിരിക്കണു. വയ്യ
എന്താ അവിടെ സംഭവിച്ചത്? ഇന്നലെ ഈ തറവാട്ടിലെ തമ്പുരാൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എന്റെ പേര് സിദ്ധാർത്ഥൻ. ഞാനൊരു ആർക്കോളജിസ്റ്റാണ്. ഇവിടുത്തെ ക്ഷേത്രത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ താമസം മറ്റും ഒന്നും ശരിയായിട്ടില്ല. തൽക്കാലം തനിക്ക് എങ്ങനെ വേണ്ടി താമസിക്കാം. അത് കഴിഞ്ഞിട്ട് ആകാമെല്ലാം. ദാസ ഈ സിദ്ധാർത്ഥനെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. എന്റെ പകുതി ജീവൻ എന്റെ തമ്മിലാണ് ഓർമ്മയ്ക്കായി ഞാൻ ഓരെ കൂടെ കൊണ്ടു വെളിച്ചപ്പാട് പറഞ്ഞ ആക്രിക്കാരൻ. അയ്യോ തിരുവേനി, ആക്രിക്കാരനല്ല, ആർക്കിയോളജിസ്റ്റ്. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നതാ. നമുക്ക് അത്ര വലിയ പഠിപ്പും വിവരമൊന്നും ഇല്ലേ, പാവങ്ങളാണ്. അതിന് വലിയ പഠിപ്പും വിവരമൊന്നും വേണ്ട. ഈ നാക്കായിട്ട് പഠിച്ചു കൊടുത്താൽ മതി തിരുവേനിയെ. ഞാനിപ്പോ ഇത്ര ചിരിക്കാൻ തന്നേ, വെറുതെ ഒരു രസം. മോനത്ര രസം തോന്നില്ല. താൻ പോയാ വിളക്കും പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാം. താൻ പോയിട്ട് എന്റെ പണി നോക്കണോ ആഗ്രഹം. ഏതാ പുതിയ അവതാരം നീല? തമ്പുരാനെ കണ്ടിട്ട് അമ്പലത്തിലെ വിളക്കും മറ്റും വാങ്ങാൻ വന്ന കച്ചവടക്കാരനാണ് തോന്നുന്നു. താനെന്ത് ഇവിടെ? ഇവിടെ ഉണ്ടായിരുന്ന അറിഞ്ഞുപിടിക്ക. തമ്പുരാന്റെ കണ്ണിൽ പെടാതെ അദ്ദേഹത്തിന് അവകാശപ്പെട്ട വസ്തുക്കൾ മറച്ചു വിൽക്കാൻ നോക്കുന്നു. നിങ്ങൾ എന്താ അനാവശ്യം പറയുന്നത്? ഇയാൾ അമ്പലത്തെ പറ്റി പഠിക്കാൻ വന്ന ആളാണ്. പഠനത്തിന് വന്നതാ. പഠിപ്പിച്ചു തരാം. നീല വിളിക്കുന്നത് അമ്പലാണ്. കാണിക്കുന്നത് ക്ഷേത്രം പ്രസിദ്ധമാക്കിയല്ലോ ദേവി. പ്രതിമ വെച്ച് പൂവിട്ടാരാധിച്ച ദൈവം പ്രത്യക്ഷപ്പെടുന്നത് തന്നെയോ? വലിച്ചെറിയും ഞാൻ ഈ പാഴുകിരട്ടെ. അടുത്ത് ദേവിയോട് വേണ്ട നിൽക്കാറ്. ഒരുപാട് വിഗ്രഹങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുള്ള എന്നിട്ട് ഈ വിഗ്രഹം എന്നാ കണ്ടിട്ടല്ല കാര്യം.
പഠിച്ചാ മതി, എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. അച്ഛാ, എനിക്കും ഈ പാപം ചെയ്യരുത്. അച്ഛനോ? ആരുടെ അച്ഛൻ? ആരാ നീ? നാട് വിട്ടു പോയി എന്ന് നിങ്ങൾ പറഞ്ഞു പരുത്തിയ ചെമ്പകശ്ശേരി തറവാട്ടിലെ ശ്രീദേവിക്കുട്ടി ഓർക്കുന്നുണ്ടോ? ആ ശ്രീദേവിക്കുട്ടിയുടെ മകനാ ഞാൻ, സിദ്ധാർത്ഥൻ. അച്ഛക്കള്ളം. എന്റെ അറിവിൽ ശ്രീദേവിക്കുട്ടി മരിച്ചു, അതോടൊപ്പം അവളുടെ കുഞ്ഞും. അത് നിങ്ങളുടെ വിശ്വാസം. എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളെ കാണുകയാണെങ്കിൽ കൊല്ലണമെന്ന് കരുതിയിരുന്നു ഞാൻ. പക്ഷേ എന്റെ അമ്മയാ എന്നെ തടഞ്ഞത്. ഒരു മുത്തശ്ശി കഥ പോലെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് എന്റെ അമ്മ എനിക്ക്. ആ കഥയിലെ നായകനും വില്ലനും നിങ്ങളായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നിങ്ങൾ എന്റെ അമ്മയ്ക്ക്. അമ്മയുടെ പേരിലുള്ളതായിരുന്നു ഈ സ്വത്തുക്കളെല്ലാം. അതിന്റെ പേരിലല്ലേ നിങ്ങൾ എന്റെ അമ്മയെ ഇവിടെ നിന്ന് നാട് കടത്തിയത്. ഈ സ്വത്തുക്കളെല്ലാം എന്റെ അമ്മയുടെ പേരിലുള്ളതാ. അപ്പോ ഈ സ്വത്തിൽ എനിക്കുമുണ്ട് അവകാശം, എനിക്കേ ഉള്ളൂ അധികാരം. ഈ ക്ഷേത്രം അത് ഇതുപോലെ തന്നെ അവിടെ ഉണ്ടാകും. എന്റെ അമ്മയ്ക്ക് തുണയായിട്ട് നിന്നിട്ടുള്ള ഈ തട്ടകത്തമ്മയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതുപോലെ തന്നെ ഇവിടെ നടക്കും. ഈ സിദ്ധാർത്ഥൻ നടത്തും. ഇപ്പൊ ഞാൻ നിങ്ങളെയൊക്കെ വെറുതെ വിടുന്നു. അത് ഇവനെ കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല. ഓട്ടോ മോനെ, ഇയാളാ. സന്തോഷായി. അവസാനം അവകാശപ്പെട്ടാൽ വന്നല്ലോ ദേവി. സത്യത്തിൽ എന്താ ഉണ്ടായത്? വീരഭദ്രൻ ഞങ്ങളെയൊക്കെ പറഞ്ഞു ധരിപ്പിച്ചത് ശ്രീദേവിക്കുട്ടിയെ കാണാനില്ലെന്നായിരുന്നു. അത് അയാൾ പറഞ്ഞതല്ലേ തിരുമേനി. സത്യത്തിൽ എന്താണ് സംഭവിച്ചെന്ന് ഞാൻ അമ്മയിൽ നിന്ന് മനസ്സിലാക്കിയത്. അയാൾ സ്വത്തുക്കൾക്ക് വേണ്ടി എന്റെ അമ്മയെ നിലവറയിൽ കൂട്ടി. ദിവസങ്ങളോളം അമ്മ നിലവറയിൽ കിടന്ന് കണ്ടു. അച്ഛന്റെ ശിങ്കടി നീലന് തോന്നിയ ഒരു ദയ എന്റെ അമ്മയ്ക്ക് അതിൽ പുതുജീവിതം തന്നെ. അമ്മ ഇരുന്നെത്ര ദേശം വിട്ടു. അന്ന് അമ്മയുടെ ഉദരത്തിൽ എനിക്ക് 2 മാസം പ്രായം. അതാണ് അമ്മയെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. എന്റെ അമ്മയ്ക്ക് എന്നെ വളർത്തുമ്പോ അത്രയ്ക്കും കണ്ണീരും അധ്വാനവും ഉണ്ടായിരുന്നു. രാജകുമാരിയെ പോലെ വളർന്ന കുട്ടിയ എന്തൊക്കെ യാതനകൾ അനുഭവിച്ചു. ഏതായാലും ശങ്കരൻ തമ്പുരാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ. ഭാഗ്യം, നന്നായി. മുത്തശ്ശനെ കാണുമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഈശ്വരൻ എന്നെ അവിടെയും തോൽപ്പിച്ചു. അമ്മയുടെ മരണശേഷം മാത്രമേ ഈ തറവാട്ടിലേക്ക് വരാവൂ എന്ന് അമ്മ എന്നോട് പറഞ്ഞിരുന്ന. അപ്പോ ശ്രീദേവിക്കുട്ടി അമ്മ പോയിട്ട് 1 വർഷം തികയുന്നു. ദൈവത്തിന് ഇഷ്ടമുള്ളവരെ നേരത്തെ വിളിക്കും. അതോർത്ത് സമാധാനിക്കുക. ഏഭ്യന്മാര് ആകാശത്താക്കി നോൻ പോയി കുളിച്ചു വരാം. എന്നാലും തനിക്ക് എന്നോട് വാക്ക് പറയായിരുന്നു. ആരെയും ഒന്നും അറിയിക്കണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഈ നടക്കിൽ നിന്ന് ദേവിയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ സഹിച്ചില്ല. എന്റെ അമ്മ പറഞ്ഞിരുന്നതാ, മോനെ ഈ ദേവി കാത്തോളുമെന്ന്. ആ ദേവി കാണാൻ കൂടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ആ വീരഭദ്രന് കുറെ ഗുണ്ടകളും വന്ന് ക്ഷേത്രമാകെ അലങ്കോലാക്കി. നമ്മുടെ തിരുമേനിയെ തൊട്ട് അശുദ്ധമാക്കി. തിരുമേനി കുളത്തിൽ കുളിക്കാൻ പോയിരിക്കുക. ഈ സിദ്ധാർത്ഥന ഞങ്ങളൊക്കെ രക്ഷിച്ചത്. ഈ ചെക്കനപ്പോ ആള് കൊള്ളാമല്ലോ. ഇതാരാണ് മനസ്സിലായില്ലേ? ഇല്ല. ഇതാണ്
നമ്മുടെ ചെമ്പകശ്ശേരി തറവാട്ടിലെ കാണാനായ ശ്രീദേവിക്കുട്ടിയുടെ മകൻ സിദ്ധാർത്ഥൻ. എന്റെ ഈശ്വരൻ, ഞാൻ എന്താ കേക്കണേ? അറിയാതെ ഞാൻ എടാ പോടാവൊക്കെ പറഞ്ഞു. ക്ഷമിക്കണം തമ്പുരാൻകുട്ടി. ആ ചെറുക്കനെ മകനാണ് പോലും ആവിശ്വസിക്കാനാ. ആ ചെറുക്കൻ പറയുന്നത് ശരിയായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഈ സ്വത്തുക്കളെല്ലാം അനുഭവിക്കാൻ അവരൊരു തടസ്സമാവോ? ആ തടസ്സം ജാനകൻ വെട്ടിയിരിക്കുകയാണോ? തമ്പുരാൻ എന്താ ഈ പറയുന്നത്? അതങ്ങനെ ചോദിക്കോ? അങ്ങനെ ഒരു പുത്രനായിട്ട് എനിക്കറിയില്ല. താന് തോന്നുന്നറിയില്ലല്ലോ. ഇല്ല, മദ്യലഹരിയിൽ കിടന്നത് കുടുംബല്ലേ? മദ്യലഹരിയോ? ഇതുപോലെ കഥ അറിയാതെയാണല്ലോ. അങ്ങയുടെ കൊടം മുഴുവനുണ്ട്. ഞാനൊരു പങ്കാളിയായിരുന്നു. അതിന് പരിഹാരമായി ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് അന്ന് നിലവറയിൽ കൂട്ടിയിട്ട ശ്രീദേവി കുട്ടിയെ ഞാൻ മോചിപ്പിച്ച് കൂടെ നിന്ന് ചതിക്കുന്നതാ. ഇത്ര കഴിഞ്ഞിട്ടില്ലടോ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ബാക്കി കൂടി പറയാം. അന്ന് ഞാൻ രക്ഷപ്പെടുത്തുമ്പോൾ തമ്പുരാട്ടിയുടെ ഉദരത്തിൽ അങ്ങയുടെ പുത്രന് 2 മാസം പ്രായം. അങ്ങയുടെ പുത്രന് ജന്മം നൽകണമെന്ന ഒറ്റ ഉദ്ദേശമുണ്ട് തമ്പുരാട്ടി ഈ ഇളയത്ര ദേശം വിട്ടത്. ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. എന്നെ നല്ലോണം അറിയാവുന്ന ലീല, നീ എന്നോട് തന്നെ ഇത് പറഞ്ഞല്ലോ. ശങ്കരി രുദ്രറാണി എങ്ങനെ അറിഞ്ഞ ആ നീലം മരിച്ചു. എങ്ങനെ? ആത്മഹത്യ എന്നാ പറഞ്ഞേ. ആ വീരഭദ്രൻ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നും പറയുന്നുണ്ട്. വേണ്ട, പൊന്നാപ്പിനൊന്നും പോണ്ട. ആ വീരഭദ്രൻ അറിയാലോ. കുട്ടിയെ അച്ഛന് കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കുക. ഇതോ അച്ഛൻ പറയാട്ടോ, ഇത് പിടിക്കാം. അച്ഛനും മോളും ഈ വീടും പറമ്പ് ഒഴിയണമെന്ന് പറഞ്ഞ് ആ വീരഭദ്രൻ പ്രശ്നം ഉണ്ടാക്കിയല്ലോ. അതിനെതിരെയുള്ളതാണ് ഇവിടെ തമ്പുരാൻ അച്ഛന്റെ പേരിൽ എഴുതുന്ന വസ്തുവിന്റെ പ്രമാണത്. ആ വീരഭദ്രനെ ഞാൻ വെച്ചിട്ടുണ്ട്. അവന്റെ മകൻ സിദ്ധാർത്ഥൻ വന്നതിന് ശേഷം അവനൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്റെ മോള് പേടിക്കണ്ട. അച്ഛനും മോളും ഈ ഇലഞ്ഞിത്തറ ദേശം വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. സമാധാനയോ? നമ്മുടെ അമ്പലത്തില് പ്രതിഷ്ഠാദിനത്തിന്റെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. വെളിച്ചപ്പാടാണ് പറഞ്ഞത്, പ്രത്യേകം പറഞ്ഞേ. ഇത് ഭദ്രമായിട്ട് അവിടെ കൊണ്ട് വെക്കണോട്ടോ. അച്ഛൻ ഇപ്പൊ പോയിട്ട് വരാട്ടോ. പോകല്ലേ പിന്നെ മോളെ ഒന്നുമില്ല, അച്ഛൻ പോയിട്ട് വരാട്ടോ.
എവിടെയാണ് മോളെ നിന്റെ തന്ത എന്ന് പറയുന്നവൻ? അവൻ കവലയിൽ വെച്ചെന്നെ വെല്ലുവിളിച്ചെന്ന് കേട്ടോ. എവിടെയാണ് തന്തയിലേക്ക് വന്ന വാസ്തവം? കൊണ്ടുപോയി കൊന്നു തള്ളാൻ മിണ്ടാപ്പാണിയെ. ഇതിങ്ങനെ വച്ചിരുന്നാ മതിയോ? ആരെങ്കിലും പോയി അപ്പുറം ധരിപ്പിക്കാൻ ഏർപ്പാട് ചെയ്യാം. വേണ്ട വേണ്ട, ധരിപ്പിച്ച എന്റെ മോൾക്ക് പൊള്ളും. പൊള്ളേ ഒന്നുറക്കാൻ കഴിയാൻ പോലും മോൾക്ക് കഴിയില്ല. മോളെ കേശവ, സമാധാനം. കുഴിച്ചിട്ടാ മതി, കുഴിച്ചിട്ടാ മതി, കുഴിച്ചിട്ടാ മതി. വേണ്ട, കുഴിച്ചിടണ്ട, കുഴിച്ചിടണ്ട, കുഴിച്ചിടണ്ട. ഈ മണ്ണ് എന്റേതല്ല, എന്റെ മോളുടെയുമല്ല. അതുകൊണ്ട് ഇവിടെ കുഴിച്ചിട്ട ആ കുഴി വാങ്ങി ചില പട്ടികൾ കാണിച്ചു തീർന്നു. കേശവ, ഈ മണ്ണിന് വേണ്ടിയല്ലേ അവൻ എന്റെ മോളെ കൊന്നത്. അതുകൊണ്ട് ഈ മണ്ണിൽ എന്റെ മോളെ അടക്കണ്ട. ഞങ്ങള് പോവാ, ഞങ്ങള് പോവാ. എങ്ങോട്ടേക്ക് പോകാനേ കേശവ? പോവാ, മണ്ണിനും പെണ്ണിനും പൊന്നിനും വേണ്ടി കളിയിക്കാത്തൊരു ലോകത്തേക്ക് ഞങ്ങള് പോവാ, ഞങ്ങള് പോവാ. മോളെ ലിംഗം വെച്ച്
വിധിച്ചു പദം കൊണ്ടുവരുവേ എന്റെ മുള്ളേ ഇതൊന്നുമില്ല. ഇന്ന് മേടമാസത്തിലെ രോഹിണി ഇവിടത്തെ തത്തകത്തമ്മയുടെ പ്രതിഷ്ഠാനിയാണ്. സാധാരണ അത്ര വലിയ ആഘോഷമൊന്നും പതിവില്ല. പിന്നെന്തൊക്കോ ഇത്തവണ അങ്ങനെയല്ലല്ലോ. എന്താ വിശേഷം? നമുക്കൊരു പുതിയ നാഥനെ കിട്ടിയിരിക്കല്ലേ. വെളിച്ചപ്പാട് ഇവിടെ വെളിച്ചപ്പാട് ഇപ്പൊ എത്തും. അവിടെ പുറപ്പെടാനുണ്ട്. ചെയ്തോളൂ. തിരുമേനി, ഇവിടുത്തെ കീഴ്വഴക്കം അനുസരിച്ച് അടുത്ത അവകാശിയാണ് പണമറക്കേണ്ടത്. ഇത് തന്നെ പണമറക്കട്ടെ.
ഞാൻ കൂടി കൂടിക്കോട്ടെ വീരഭദ്രൻ ഒരു പ്രശ്നമാകരുത്. ഞാൻ പ്രശ്നമാക്കാൻ വന്നല്ല, എനിക്ക് വേണ്ടത് എന്റെ മകനെയാ. ഈ മകനിലെത്താ എന്റെ ജീവൻ കൂടി വേണം. വീരഭദ്ര, നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കിയാൽ നീ ജീവനം പറയും. ഈ ദാസനാണ് പറയുന്നത്.